നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതിൽ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സബ് ടോപ്പിക്, അതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 1927 ഇന്ത്യൻ വന നിയമം, 1972 വന്യജീവി സംരക്ഷണ നിയമം, അതുപോലെ തന്നെ ദേശീയ ജൈവ വൈവിധ്യ നിയമം, സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം, ദേശീയ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുകൾ, അല്ലെ, അതുപോലെ ദേശീയ സംസ്ഥാന വന്യജീവി ബോർഡുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് കടുവാ സംരക്ഷണ അതോറിറ്റി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമുക്ക് പ്രോജക്റ്റ് ടൈഗറിൽ നിന്ന് തുടങ്ങാം. പ്രോജക്റ്റ് ടൈഗർ നമുക്ക് പരിചയമുള്ള ഒരു പദ്ധതിയാണ്, അല്ലെ, കടുവ പദ്ധതി. ഇന്ത്യയിലെ കാടുകളിൽ കടുവകളുടെ എണ്ണം 2000-ലും താഴെയായ ഒരു സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാജ്യത്ത് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വരുന്നത്. പ്രോജക്റ്റ് ടൈഗർ അത് നിലവിൽ വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1973 ഏപ്രിൽ 1, അല്ലെ. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1972-ലാണ്. അതേസമയം പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ വരുന്നത് 1973 ഏപ്രിൽ 1-നാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ടൈഗർ റിസർവ്സ് ഉണ്ട്, അല്ലെ. ടൈഗർ റിസർവുകൾ ധാരാളം ഇന്ന് രാജ്യത്തുണ്ട്. അതൊക്കെ ഉണ്ടാവുന്നതിന് കാരണമായത് ഈ പദ്ധതിയാണ്, പ്രോജക്റ്റ് ടൈഗർ പദ്ധതി 1973 ഏപ്രിൽ 1. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് ദേശീയ പാർക്കിലാണ്? പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് ദേശീയ പാർക്കിലാണ് എന്ന് ചോദിച്ചാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, അല്ലെ. എവിടെയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്? നിങ്ങൾക്കറിയാം, അത് ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്, അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്കാണ് ജിം കോർബറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. പണ്ട് അതിൻ്റെ പേര് അങ്ങനെയല്ലായിരുന്നു. 1936 അത് നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നുള്ളതായിരുന്നു. പിന്നീടാണ് അതിൻ്റെ പേര് മാറ്റിയത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കടുവാ സംരക്ഷണ പദ്ധതി, അതായത് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ വന്നത് ഏത് ദേശീയ പാർക്കിലാണെന്ന് ചോദിച്ചാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് ഏത് ദേശീയ പാർക്കിലാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. 2022 കടുവാ സെൻസസ് ഉണ്ടായിരുന്നു. അത് പ്രകാരം ജിം കോർബറ്റിൽ 260 കടുവകളുണ്ടെന്നാണ് കണക്ക്. തൊട്ട് പിറകെ വരുന്നത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കാണ്. നിങ്ങൾക്കറിയാം, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലാണ്. അവിടെ വേറൊരു ദേശീയ പാർക്കുണ്ട്. ഏതാണ്? നാഗർഹോള ദേശീയ പാർക്ക്. അതാണ് 3-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, നാഗർഹോള നാഷണൽ പാർക്ക്. ഇത് രണ്ടും എവിടെയാണ്? കർണാടകയിലാണ്. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ വരുന്നു 1973 ഏപ്രിൽ 1-ന്. ആദ്യമായിട്ട് വരുന്നത് എവിടെ? ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ. അവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, അല്ലെ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വന്യജീവി സംരക്ഷണ നിയമം പഠിച്ചു. വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറഞ്ഞതിനനുസരിച്ച് രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ് ഏത്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. 2005 ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ട് ഏത് വരുന്നത്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വരുന്നത്. നമ്മൾ പഠിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് ഏതിന്റെ? ഈ പറഞ്ഞ പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വനനയം പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? അങ്ങനെ ഒരു ചോദ്യം വന്നാലോ അല്ലെ? ഇന്ത്യൻ വന നിയമം വേറെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് 1927 അല്ലെ? ഇന്ത്യൻ വന നിയമം. ഞാനിപ്പോൾ പറഞ്ഞത് അതല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വനനയം രാജ്യം പ്രഖ്യാപിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അത് 1952 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയമായിട്ട് ഒരു വനനയം പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1952. പിന്നീട് മറ്റൊരു വനനയം പ്രഖ്യാപിക്കപ്പെട്ടു. അത് 1988. 1988 ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് പിന്തുടരുന്ന വനവുമായി ബന്ധപ്പെട്ട് പിന്തുടരുന്ന സകല കാര്യങ്ങളും 1988 വന നയത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് ഓർക്കണം. ഇന്ന് നമ്മൾ വനവുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളുന്ന നടപടികളും നിലപാടുകളും എല്ലാം 1988 വന നയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു രാജ്യത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 33% വനമായിരിക്കണം. അത് ഈ പറഞ്ഞ 1988 വന നയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്, വനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു 1927 വന നിയമം, 1972 വന്യജീവി സംരക്ഷണ നിയമം, 1980 വന സംരക്ഷണ നിയമം. അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഈ നിയമങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിട്ടും വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു മെച്ചം ഉണ്ടാവുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 1988 വന നയത്തിൽ വേറൊരു കാര്യം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്? അതായത് സംയുക്ത വന പരിപാലനം. സംയുക്ത വന പരിപാലനം എന്നുള്ള ആശയം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇന്ന് പിന്തുടരുന്ന വനവുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം ഏത് വന നയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 1988 വന നയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന നയം വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1952. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് വന സംരക്ഷണ നിയമം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് കൊല്ലമാണ് അല്ലെ? ഒരു ദേശീയ നിയമമാണ്. വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് കൊല്ലമാണെന്ന് ചോദിച്ചാൽ 1980. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് 1927 ഇന്ത്യൻ വന നിയമം. 1927 ഇന്ത്യൻ വന നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിലെ വനങ്ങൾ, ആ വനത്തിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആണ് അല്ലെ? ഇന്ത്യയിലെ വനങ്ങൾ, വനവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ മാനേജ്മെന്റിനെ കുറിച്ചാണ് 1927 ഇന്ത്യൻ വന നിയമത്തിൽ പറയുന്നത്. അതേസമയം 1980 വന സംരക്ഷണ നിയമം അല്ലെ? ആ സംരക്ഷണം എന്നുള്ളതിൻ്റെ താഴെ വരയിടണം. 1980 വന സംരക്ഷണ നിയമം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതാണ് ഏത്? വന സംരക്ഷണ നിയമം. അതായത് വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് വന സംരക്ഷണ നിയമം. അത് വന്നത് ഏത് കൊല്ലമാണ്? 1980.
വളരെ ചെറിയ ഒരു നിയമമാണ്. ആ നിയമത്തിനകത്ത് ആകെ 5 സെക്ഷനേ ഉള്ളൂ. ആ പറഞ്ഞ നിയമത്തിനകത്ത് ആകെ 5 സെക്ഷനേ ഉള്ളൂ. അതിൽ സെക്ഷൻ 2, അതെ, വനസംരക്ഷണ നിയമം 1980, അതിൽ സെക്ഷൻ 2, ആ സെക്ഷൻ 2ലാണ് ഒരു കാര്യം പറയുന്നത്, വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കരുത്, അല്ലെ? അപ്പൊ അത് അങ്ങനെ തന്നെ ചോദിക്കും. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ അത് 1980 വന സംരക്ഷണ നിയമമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമത്തിലോട്ട് വരാം, ആദിവാസി വനാവകാശ നിയമം. എന്തായാലും നിങ്ങളടുത്ത് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചോദിച്ചിരിക്കും. ഇത് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ആദിവാസി വനാവകാശ നിയമം. ഇന്ത്യയിലെ വന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയേണ്ടി വരും. ചരിത്രപരമായിട്ടുള്ള നിയമം, ഇന്ത്യൻ വന നിയമങ്ങളിൽ ചരിത്രപരമായിട്ടുള്ള വന നിയമമാണ് ആദിവാസി വനാവകാശ നിയമം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒട്ടും അതിശയോക്തിയില്ല, അല്ലെ? ഇപ്പോൾ വനം എന്ന് പറയുമ്പോൾ ആ വനത്തിനകത്ത് കാലങ്ങളായി താമസിക്കുന്ന ആൾക്കാരുണ്ട്, ആദിവാസി വിഭാഗക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള മറ്റ് വനവാസികൾ ഒക്കെ ഈ പറഞ്ഞ കാടിനകത്ത് ഉണ്ടാവും, അല്ലെ? അപ്പം കാലങ്ങളായിട്ട് വനവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വനഭൂമിയിൽ അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ് ആദിവാസി വനാവകാശ നിയമം. ഏത് കൊല്ലമാണ് അത് വരുന്നത്? 2006. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെച്ചോണം. കാലങ്ങളായിട്ട് വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ വിഭാഗക്കാരായിട്ടുള്ള വനവാസികൾക്ക് ആ പറഞ്ഞ വനഭൂമിയിൽ അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമമാണ് ആദിവാസി വനാവകാശ നിയമം 2006, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഈ പറഞ്ഞ കാലങ്ങളായിട്ട് വനഭൂമിയിൽ താമസിച്ചു വരുന്ന ആദിവാസികൾക്കും അല്ലെങ്കിൽ ആദിവാസി ഇതര വനവാസികൾക്കും അവരുടെ അവകാശങ്ങൾ, വനഭൂമിയിലുള്ള അവകാശങ്ങൾ നിക്ഷിപ്തമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടത് ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഗ്രാമസഭയാണ്. ഗ്രാമസഭയാണ്. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? കാലങ്ങളായിട്ട് വനത്തിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, അത് ആദിവാസികളാകട്ടെ ആദിവാസി ഇതര വിഭാഗങ്ങളാകട്ടെ, കാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് വനത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വനഭൂമിയിൽ അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമമാണ് ആദിവാസി വനാവകാശ നിയമം 2006. അപ്പോൾ അത് പ്രകാരം ഇങ്ങനെ കാലങ്ങളായിട്ട് താമസിച്ചു വരുന്ന ആൾക്കാർക്ക് വനഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ആരാണ്? ഗ്രാമസഭ. ഗ്രാമസഭ, അല്ലെ? അപ്പോൾ ഓരോ വനവാസിക്കും എത്ര വീതം ഭൂമി അവൻ്റെ അധികാര പരിധിയിൽ വരും, അല്ലെങ്കിൽ എത്ര വീതം ഭൂമി അവന് പതിച്ചു നൽകണം, അല്ലെങ്കിൽ അതിൽ അവന് പട്ടയം കൊടുക്കണം എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? ഗ്രാമസഭ. അതിനുവേണ്ടി ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. അതാണ് ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി. ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി, അല്ലെ? അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. എന്താണ്? ആദിവാസി വനാവകാശ നിയമം 2006. ആ നിയമപ്രകാരം, ആ വനാവകാശ നിയമപ്രകാരം എന്താണ്? ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന, അതായത് ഈ പറഞ്ഞ ആൾക്കാർക്ക് വനത്തിൽ അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന കമ്മിറ്റി ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി, അല്ലെ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആദിവാസി വനാവകാശ നിയമം 2006, അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഏത്? ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി. വേറെയും കമ്മിറ്റികൾ ഇനി പഠിക്കാനുണ്ട്, അപ്പോൾ അവിടെ തിരിഞ്ഞു പോകരുത്. ആദിവാസി വനാവകാശ നിയമം 2006, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മിറ്റിയാണ് ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി, അല്ലെ? ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. ഗ്രാമസഭയുടെ ജോലി എന്താണ്? ഈ പറഞ്ഞ വനത്തിൽ കാലങ്ങളായി താമസിക്കുന്ന ആൾക്കാർ, അല്ലെ, ആ ആൾക്കാർക്ക് എത്രത്തോളം വനഭൂമി നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് ആരാണ്? ഗ്രാമസഭയാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ഗ്രാമസഭ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി അവരെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഓരോ കുടുംബത്തിനും അല്ലെങ്കിൽ ഓരോ
ഓരോ വ്യക്തിക്കും എത്ര വീതം ഭൂമി വനത്തിൽ സ്ഥാപിച്ച് നൽകണമെന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? വനഭൂമി അവർക്ക് നൽകുന്നു. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നൽകുന്നു. അത് അവരുടെ അവകാശമായി തന്നെ നൽകുന്നു. അങ്ങനെ നൽകുമ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പരമാവധി എത്ര ഭൂമി വരെ ഈ പറഞ്ഞ വനാവകാശ നിയമം അനുസരിച്ച് കൊടുക്കാം, അല്ലെ? കൃഷിഭൂമി എത്ര കൊടുക്കാം എന്ന് ചോദിച്ചാൽ, അല്ലെ, വനാവകാശ നിയമം 2006 അതനുസരിച്ച് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എത്ര ഭൂമി വരെ, എത്ര കൃഷിഭൂമി നൽകാനായി കഴിയും എന്ന് ചോദിച്ചാൽ അത് 4 ഹെക്ടർ ആണ്. അപ്പോൾ പരമാവധി നൽകാൻ കഴിയുന്ന ഈ നിയമം അനുസരിച്ച് പരമാവധി ഒരു വനവാസിക്ക് അനുവദിച്ച് നൽകാൻ കഴിയുന്ന കൃഷിഭൂമിയുടെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ 4 ഹെക്ടർ ആണ്. 4 ഹെക്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 ഏക്കറോളം വരും. 4 ഹെക്ടർ ഭൂമി വരെ, വനഭൂമി വരെ എന്താണ് ഈ പറഞ്ഞ കൃഷിഭൂമിയായിട്ട് അവർക്ക് നൽകാനായിട്ട് പറ്റും. അപ്പൊ ഈ അളവ് ശ്രദ്ധിച്ചു വെച്ചോണം. 4 ഹെക്ടർ, 4 ഹെക്ടർ. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് ആദിവാസി വനാവകാശ നിയമം 2006 അതിൻ്റെ നിർവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ലഘു വനോൽപ്പന്നം. ലഘു വനോൽപ്പന്നം ഒരു പക്ഷേ ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും. 2006 ആദിവാസി വനാവകാശ നിയമം, അതിൽ ലഘു വന ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലഘു വന ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മരമല്ലാത്ത സസ്യങ്ങൾ. മരമല്ലാത്ത സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ മുള, ചൂരൽ, ഔഷധ സസ്യങ്ങൾ, മറ്റു ദുർബല സസ്യങ്ങൾ, അങ്ങനെയുള്ള ഈ പറഞ്ഞ മരമല്ലാത്ത സസ്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് തേന്, മെഴുക്, ഇതിനെയൊക്കെ പൊതുവെ പറയുന്നത് എന്താണ്? ലഘു വന ഉൽപ്പന്നം എന്നാണ്. മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്നാണ് ലഘു വന ഉൽപ്പന്നം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും 2006 ആദിവാസി വനാവകാശ നിയമത്തിൽ ലഘു വന ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് സസ്യ ഉൽപ്പത്തിയിൽ പെടുന്ന മരമല്ലാത്ത എല്ലാ വനോൽപ്പന്നങ്ങളും. മരമല്ലാത്ത എല്ലാ വനോൽപ്പന്നങ്ങളും എന്ന് പറയുമ്പോൾ ചോയ്സിൽ തന്നിരിക്കും. മുളയുണ്ടാവും, ചൂരലുണ്ടാവും, ഔഷധ സസ്യങ്ങളുണ്ടാവും, മറ്റു ദുർബല സസ്യങ്ങളുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് തേന്, അതുപോലെ മെഴുക്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ വനാവകാശ നിയമം അനുസരിച്ച് കാടുകളിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആദിവാസി വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് വനവാസികൾക്ക് ശേഖരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ അതാണ് ലഘു വനോൽപ്പന്നം. ലഘു വനോൽപ്പന്നം. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനോടകം അത് വ്യക്തമാക്കിയിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വനാവകാശ നിയമം, ആദിവാസി വനാവകാശ നിയമം 2006 ബാധകമായിട്ടുള്ളത് ആർക്ക് എന്ന് ചോദിക്കുകയാണ്. ആദിവാസി വനാവകാശ നിയമം 2006 ബാധകമായിട്ടുള്ളത് ആർക്ക് എന്ന് ചോദിക്കും. വനവാസികളായിട്ടുള്ള ഗോത്രവർഗങ്ങൾക്ക്. ഈ പ്രസ്താവന ശരിയാണോ? വനവാസികളായ ഗോത്രവർഗങ്ങൾക്ക്, അല്ലെ, ആദിവാസികൾക്ക് എന്ന് പറയാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇനി അടുത്ത നോക്ക്. ഗോത്രവർഗക്കാരല്ലാത്ത മറ്റു പരമ്പരാഗത വനവാസികൾക്ക് അവർക്ക് ഈ പറഞ്ഞ നിയമം ബാധകമാണോ? അവർക്കും ഈ നിയമം ബാധകമാണ്. വനത്തിൽ താമസിക്കുന്ന ആദിവാസികൾക്കും വനത്തിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങൾക്കും ഈ പറഞ്ഞ 2006 ആദിവാസി വനാവകാശ നിയമപ്രകാരം പറയുന്ന കാര്യങ്ങളെല്ലാം ബാധകമാണ്. അപ്പൊ അവർക്കും ഭൂമി കിട്ടും. വനത്തിലെ ഈ പറഞ്ഞ എന്താണ്, ഭൂമിയിൽ അവകാശം കിട്ടും. ഈ ലഘു വനോൽപ്പന്നമൊക്കെ കളക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ ഗ്രാമസഭയുടെ റോൾ എന്താണ്? ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? എത്ര കൃഷിഭൂമി വരെയാണ് പതിച്ചു നൽകുന്നത്? 4 ഹെക്ടർ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് ഏത് ജില്ലയിലാണ് എന്നൊരു ചോദ്യം ചോദിച്ചാലോ? നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ വയനാടാണ്. ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗം, അതായത് ST വിഭാഗം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ SC വിഭാഗമുള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ SC വിഭാഗം ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്, അല്ലെ? അപ്പൊ ST വിഭാഗം കൂടുതൽ വയനാട്, അതുപോലെ SC വിഭാഗം കൂടുതൽ എവിടെയും ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ പണിയർ എന്ന് പറയുന്ന വിഭാഗമാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ പണിയറാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള പട്ടികജാതി വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ പുലയ എന്ന് പറയുന്ന വിഭാഗമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള പട്ടികജാതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ പുലയയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മളിപ്പോൾ ആദിവാസി വനാവകാശ നിയമമൊക്കെ പഠിച്ചതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് കേരളത്തിലെ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ. കേരളത്തിലെ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ. പ്രാക്തന ഗോത്ര വിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾ, അതായത് വളരെ പണ്ട് മുതലേ ഉള്ള ആദിവാസി വിഭാഗങ്ങൾ. പണ്ടേയുള്ള ആദിവാസി വിഭാഗം എന്നെടുത്താൽ മതി. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾ. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാട്ട് നായ്ക്കൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആദിവാസികളിൽ കാട്ട് നായ്ക്കൻ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ചോല നായ്ക്കൻ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. കുറുമ്പ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. കാടർ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊരഗർ. ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഗോത്രങ്ങളാണ് എന്ന് പറയും. ആദിവാസി വിഭാഗമാണെന്ന് പറയും. അപ്പൊ പ്രാക്തന ഗോത്ര വിഭാഗം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ്? കാട്ട് നായ്ക്കർ, ചോല നായ്ക്കർ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറുമ്പ, കാടർ, കൊരഗർ. ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ഭാഗത്ത് മാത്രമുള്ള ആദിവാസി വിഭാഗം. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി മേഖലയിൽ മാത്രം കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് ഏത്? കുറുമ്പ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അട്ടപ്പാടി എന്ന് പറയുന്ന വനമേഖലയാണ്, അവിടെ മാത്രം കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് കുറുമ്പ. അതുപോലെ മലപ്പുറം ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമുണ്ട്, അതാണ് ചോല നായ്ക്കൻ. മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കൻ. അതുപോലെ തന്നെ മുതുവാൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമുണ്ട്. മുതുവാൻ, നിങ്ങൾ ഇടമലക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ഇടമലക്കുടി അത് ഒരു ട്രൈബൽ വില്ലേജ് ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ആ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലുള്ള ഈ പറഞ്ഞ ആദിവാസി വിഭാഗമാണ് മുതുവാൻ. അപ്പോൾ മുതുവാൻ ആദിവാസി വിഭാഗം പ്രധാനമായിട്ടും എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയിലാണ്. എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പോൾ കുറുമ്പ എന്ന് പറയുന്ന വിഭാഗം അട്ടപ്പാടിയിലുള്ളതാണ്. ചോല നായ്ക്കൻ എന്ന് പറയുന്ന വിഭാഗം മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ. ഇടുക്കി ജില്ലയിൽ മാത്രമുള്ള ഒരു ആദിവാസി വിഭാഗമാണ് മുതുവാൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയാം, കിർട്ടാഡ്സ്. എന്താണ് കിർട്ടാഡ്സ്? കിർട്ടാഡ്സ് എന്ന് പറഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് SC ആൻഡ് ST എന്നുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുമായി ബന്ധപ്പെട്ട ഗവേഷണം, പരിശീലനം, അവരുടെ വികസനം, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് കിർട്ടാഡ്സ്. എന്താണ് കിർട്ടാഡ്സ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് SC ആൻഡ് ST. പട്ടികജാതി പട്ടികവർഗക്കാരുമായി ബന്ധപ്പെട്ട ഗവേഷണം, പരിശീലനം, അവരുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, അപ്പോൾ അതൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്, കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ കിർട്ടാഡ്സിന്റെ ആസ്ഥാനം എവിടെയെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. എവിടെയാണ്? അത് കോഴിക്കോടാണ്. കിർട്ടാഡ്സിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, കേരള വന നിയമം. കേരള വന നിയമം പരീക്ഷയ്ക്ക് ചോദിക്കും. കേരള വന നിയമം നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ 961. കേരള വന നിയമം ഏത് കൊല്ലമാണ്? 1961 അല്ലെ. ഇന്ത്യൻ വന നിയമം 1927. ഇന്ത്യൻ വന സംരക്ഷണ നിയമം 1980. വന്യജീവി സംരക്ഷണ നിയമം 1972. പ്രോജക്ട് ടൈഗർ 1973. ആദിവാസി വനാവകാശ നിയമം 2006. ഇപ്പോൾ പറഞ്ഞത് കേരള വന നിയമം 1961. കേരള വന നിയമം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു കാര്യം അവിടെ പഠിച്ചു വെക്കണം, കേരളത്തിലെ ഏതെങ്കിലും ഭൂപ്രദേശം സംരക്ഷിത വനമായി പ്രഖ്യാപിക്കുന്നതിന് അധികാരം നൽകുന്ന നിയമം അല്ലെ.
നമ്മൾ റിസർവ് വനം എന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പ്രദേശം, ആ പ്രദേശത്തെ റിസർവ് വനമായിട്ട്, സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിക്കാൻ കേരള സർക്കാരിന് അധികാരം നൽകുന്ന നിയമം ഏത് എന്ന് ചോദിച്ചാൽ കേരള വന നിയമമാണ്. കേരള വന നിയമം കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്തെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നതിന് കേരള സർക്കാരിന് അധികാരം നൽകുന്ന നിയമമാണ് കേരള വന നിയമം. അതെന്നാണ് 1961. അതുപോലെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. കേരള വൃക്ഷ സംരക്ഷണ നിയമം. കേരള വൃക്ഷ സംരക്ഷണ നിയമം ഏത് കൊല്ലമാണ് എന്ന് ചോദിച്ചാൽ 1986. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരള വന നിയമം 1961. കേരള വൃക്ഷ സംരക്ഷണ നിയമം എന്ന് ചോദിച്ചാൽ 1986. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പദ്ധതിയിലോട്ട് വരാം. ട്രീ ബാങ്കിങ് എന്ന് പറയുന്ന പദ്ധതി. ട്രീ ബാങ്കിങ് അല്ലെ, വൃക്ഷവുമായി ബന്ധപ്പെട്ടതാണ്. ട്രീ ബാങ്കിങ് പദ്ധതി ആദ്യം അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ട്രീ ബാങ്കിങ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേരള വനം വകുപ്പാണ്. കേരള വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഏത്? ട്രീ ബാങ്കിങ്. നമ്മൾ ഈ പറഞ്ഞ കാർബണിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. കാർബണിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ വൃക്ഷങ്ങൾ വേണം. കൂടുതൽ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തുകൊള്ളും അല്ലെ. അപ്പൊ കാർബണിന്റെ ബഹിർഗമനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഭൂമികളിൽ വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നതിന്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ട്രീ ബാങ്കിങ് അല്ലെ. അപ്പൊ ട്രീ ബാങ്കിങ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നത് ആരാണ്? കേരള വനം വകുപ്പാണ്. എന്താണ് ഉദ്ദേശം? കാർബൺ ബഹിർഗമനം കുറയ്ക്കുക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കാൻ അവരെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? ട്രീ ബാങ്കിങ് പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി നിങ്ങൾക്കറിയാം, സർപ്പപാഠം പദ്ധതി അല്ലെ. കേരള വനം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് സർപ്പപാഠം പദ്ധതി. പാമ്പുകളെ കുറിച്ചും പാമ്പ് വിഷത്തെക്കുറിച്ചുമൊക്കെ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണ പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഏത്? സർപ്പപാഠം പദ്ധതി അല്ലെ. പാമ്പുകളെ കുറിച്ചും പാമ്പ് വിഷത്തെക്കുറിച്ചുമൊക്കെ കുട്ടികൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സർപ്പപാഠം പദ്ധതി. കേരള വനം വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഒരു ആപ്പും ഈ പറഞ്ഞ വനം വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ആപ്പിന്റെ പേരാണ് ഏത്? സർപ്പ ആപ്പ്. സർപ്പ ആപ്പ്. പാമ്പ്, പാമ്പ് വിഷം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സർപ്പപാഠം പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രചരണ പരിപാടിയാണ്. പാമ്പ് വിഷത്തെക്കുറിച്ച്, പാമ്പുകളെ കുറിച്ചൊക്കെ കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സർപ്പപാഠം പദ്ധതി. വനം വകുപ്പ് പുറത്തിറക്കുന്ന ഒരു ആപ്പുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതേതെന്ന് എന്ന് ചോദിച്ചാൽ സർപ്പ ആപ്പാണ്. സർപ്പ ആപ്ലിക്കേഷൻ. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആര് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ടോവിനോ തോമസ്. സിനിമാ നടൻ ടോവിനോ തോമസ് ആണ് ഈ പറഞ്ഞ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസഡർ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്. ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ഒരു അസുഖമാണ്, ഒരു രോഗമാണ്. ഈ രോഗത്തിന് കാരണക്കാരൻ ഏത് ജീവിയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കും. ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസിന് കാരണമാകുന്ന ജീവി എന്ന് ചോദിച്ചാൽ കുരങ്ങാണ് അല്ലെ. ഈ ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ കുരങ്ങ് രോഗം അല്ലെങ്കിൽ കുരങ്ങ് പനി എന്നൊക്കെയാണ് പറയാറുള്ളത്. അതാണ് ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവി ഏത് എന്ന് ചോദിച്ചാൽ കുരങ്ങാണ്. ശരിക്കും ഈ രോഗം ഉണ്ടാക്കുന്നത് വൈറസാണ്. അപ്പോൾ ആ വൈറസ് ആൾക്കാരിലോട്ട് പടരുന്നത് കുരങ്ങുകളിൽ നിന്നാണ്. അപ്പോൾ ആൾക്കാരിലോട്ട് ആ രോഗം എത്തുന്നതിന് കാരണം ആരാണ്? കുരങ്ങാണ്. അപ്പോൾ ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്.
കാസന്നൂർ എന്ന് പറയുന്നത് കർണാടകയിൽ ഒരു സ്ഥലമാണ്, കർണാടകയിൽ ഒരു വനമേഖലയാണ്. ആ വനമേഖലയിലാണ് ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് കാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് ഈ പറഞ്ഞ കുരങ്ങ് രോഗത്തെ വിളിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോണം. കേരളത്തിൽ ആദ്യമായിട്ട് വന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് വന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് കുളത്തൂപ്പുഴയിലാണ്. എവിടെയാണ്? കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം നിലവിൽ വന്നത്. അല്ലെ? കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ തുളസി വനം, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തുളസി വനം നിലവിൽ വന്നത് ഏത് എക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് തുളസി വനം. ഏതാണ്ട് 30ഓളം ഇനം തുളസി ഇനങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഉദ്യാനമാണ്. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് എലിഫൻസ്? അല്ലെ, എലിഫൻസ്. എലി എന്നുള്ളത് എലിഫന്റ് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ്. എലിഫന്റ് ഫെൻസ്. അല്ലെ, ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, മനുഷ്യ ഈ പറഞ്ഞ വന്യജീവി സംഘർഷം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെ, കാട്ടിൽ നിന്നും പല ജീവികളും വന്യജീവികളും നാട്ടിലോട്ട് ഇറങ്ങുന്നു. അത് കാരണം മനുഷ്യ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോര മേഖലകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. അല്ലെ, അവിടെയാണ് ഈ എലിഫൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു എന്താണ് സ്മാർട്ട് ഫെൻസിങ് പദ്ധതി, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എലിഫൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആനകളെ ഈ പറഞ്ഞ നാട്ടിലോട്ട് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മിത ബുദ്ധി സഹായത്തോടു കൂടിയുള്ള ഒരു ഫെൻസിങ് ആണ്. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം, വേലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫെൻസിങ് ആണ്. അതായത് കാട്ടിൽ നിന്ന് ആനകൾ എങ്ങോട്ട് ഇറങ്ങരുത്, നാട്ടിലോട്ട് ഇറങ്ങരുത്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ എലിഫൻസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫെൻസിങ് മെത്തേഡ് വന്നത് എവിടെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതെവിടെയാണ്? വയനാട്. വയനാട്. അല്ലെ, അപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കേരളത്തിൽ ആദ്യമായിട്ട് എലിഫൻസ് എന്ന് പറയുന്ന ഫെൻസിങ് മെത്തേഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പറഞ്ഞ തടസ്സം ഉണ്ടാക്കിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? വയനാട്. വയനാട് ചതലയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഫോറസ്റ്റ് റേഞ്ചിന്റെ ഭാഗത്തായിട്ടാണ് ഈ എലിഫൻസ്, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ആദ്യത്തെ എലിഫൻസ് കേരളത്തിൽ നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ആ സബ് ടോപ്പിക്കാണ് പഠിച്ചു വരുന്നത്. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ടോപ്പിക്ക് പൂർത്തിയാക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പിലത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ആ പുസ്തകം വേണം എന്നുണ്ടെങ്കിൽ 9400694482 എന്ന നമ്പറിൽ വിളിക്കുക. 9400694482 എന്നുള്ള നമ്പറിൽ വിളിക്കുക. പെട്ടെന്ന് വിളിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുസ്തകം എത്തിച്ചേരാനായിട്ട് പറ്റും. മിനിറ്റുകൾക്കകത്ത് പുസ്തകം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ 30 രൂപ മാത്രം നൽകിയാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്പെട്ടു എന്ന് കരുതുന്നു. ഗുണപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ ചാനലിനെ എത്തിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.